നമ്മൾ ഈ ടോക്ക് എടുക്കുന്ന സമയത്ത് കുവൈറ്റിലെ ഒരു കുവൈറ്റിലെ പ്രധാനപ്പെട്ട എയർപോർട്ട്, ലാർജസ്റ്റ് എയർപോർട്ട്, അവിടെ വലിയ തീക്കുണ്ടങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പെട്രോൾ ടാങ്കിലാണ് മിസൈൽ എന്ന് വീണ്ടിരിക്കുന്നത്. ആരാണ് ഈ മിസൈൽ അയച്ചതെന്നുള്ളത് അറിയില്ല. പക്ഷേ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമസേനൻ തന്നെ എന്നുള്ള ചൊല്ലുപ്രകാരം ഇതിപ്പോൾ ഇറാനാണ് അയച്ചിരിക്കുന്നതെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. അത്രമാത്രമേ നമുക്കറിയത്തുള്ളൂ. ഫ്യുവൽ ടാങ്ക്സിൽ തന്നെയാണ് അത് ചെന്ന് വീണതെന്നുള്ളത്, കൃത്യമായിട്ട് ഫ്യുവൽ ടാങ്ക്സിൽ തന്നെയാണ് ചെന്ന് വീണത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ മറുവശത്ത് അമേരിക്ക കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതുപോലെ തന്നെ പ്രിസിഷൻ മ്യൂണിഷൻസ് എന്നുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായ തരത്തിൽ അവരുടെ പർവ്വത നിരകളിലേക്ക് തന്നെ വീണ്ടും ആയുധപ്രയോഗം നടത്തി എന്നേ പറയുന്നുള്ളൂ. അമേരിക്കൻ ഏജൻസികൾ പറയുന്നത്, ന്യൂസ് ഏജൻസികൾ പറയുന്നതും അതുപോലെ തന്നെ ഫാഴ്സ് ന്യൂസ് ഏജൻസികൾ പറയുന്നതും ഇത് തന്നെയാണ്. ബങ്കർ ബ്ലാസ്റ്റർ ബോംബ് എന്നുള്ള പ്രയോഗം അവർ നടത്തിയിട്ടില്ല. അത് ബങ്കർ ബസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലേക്ക് തുളഞ്ഞിറങ്ങുന്ന തരത്തിൽ കിലോമീറ്ററുകളോളം താഴോട്ട് പോകുന്ന ബോംബുകൾ എന്നുള്ളതാണ് ബങ്കർ ബസ്റ്റർ ബോംബ്. അതില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രിസിഷൻ മ്യൂണിഷൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്തായാലും ബങ്കർ ബസ്റ്റർ ആണെന്നുള്ള വ്യാഖ്യാന, അതാണെന്നുള്ള വിശ്വാസത്തിൽ പല പത്രങ്ങളും പല ഏജൻസികളും കൊടുത്തിരിക്കുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു എന്നുള്ളതാണ്. അതായത് അമേരിക്ക അവകാശപ്പെടുന്നത് അവരുടെ ഭൂമിക്കടിയിൽ ഒളിച്ചു വച്ചിരുന്ന പല പവർ സാധ്യതകളും, കൃത്യമായിട്ടൊന്നും പറയുന്നില്ല, അത് ഒളിച്ചും മറച്ചും ഒക്കെയാണ് വാർത്തകൾ. പവർ പ്ലാന്റുകൾ തന്നെ ആയിരിക്കണം, ഒരുപക്ഷെ ആറ്റോമിക് റിയാക്ടർ ആവാം, അവ ഞങ്ങൾ തകർത്ത് കളഞ്ഞു. ഇനി അതുകൊണ്ട് ഇറാനെ ഇനി ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇറാനുമായിട്ടൊരു യുദ്ധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും കൂടി പറയുന്നുണ്ട്. ഇറാൻ അതുപോലെ ചർച്ച നടത്തേണ്ട ആവശ്യമില്ല എന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ട്രംപ് പറയുന്നതായതുകൊണ്ട് അങ്ങോട്ട് കഠിനമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അടുത്ത നിമിഷം അദ്ദേഹം ഞങ്ങളിപ്പോൾ നശിപ്പിക്കാൻ പോവുകയാണ് ഇറാനെ എന്ന് പറഞ്ഞിട്ട് അരിശം കാണിക്കും. അപ്പോൾ ഇതിൽ ഏതാ വസ്തുത എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട്, ഇയാൾ ഏത് നേരത്ത് പറഞ്ഞ് ഏത് മുഹൂർത്തത്തിൽ പറഞ്ഞതാണ് ശരിയെന്ന് അറിയാത്തത് കൊണ്ട് ടോട്ടൽ കൺഫ്യൂഷനിലാണ്. നമ്മൾ മാത്രമല്ല, ലോകമാകെയുള്ള എല്ലാ രാജ്യതന്ത്രജ്ഞന്മാരും മാധ്യമങ്ങളും എല്ലാം അട്ടർ കൺഫ്യൂഷനിലാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ സ്ഥിരചിത്തതയില്ലാത്ത സ്ഥിതപ്രജ്ഞതയില്ലാത്ത ഒന്നാണെന്ന് ലോകം മനസ്സിലാക്കി വരികയാണ്. ഇത് രണ്ടാം ട്രംപിൻ്റെ കാര്യം. ആദ്യ ട്രംപിൻ്റെ കാലത്ത് അങ്ങനൊരു പരാതി വന്നിട്ടില്ല. ഇതിന് സമാനമായിട്ടൊരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ ഗോർബച്ചവിന് ശേഷം റഷ്യ ഭരിച്ചിരുന്ന, ടാങ്കിൻ്റെ പുറത്തൊക്കെ കയറിയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, യെൽസിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ യെൽസിനാണ്. അദ്ദേഹത്തിന് ബോധമേ ഇല്ലായിരുന്നു ഭരണത്തിലേറിയ ശേഷം. കാരണം അദ്ദേഹം മദ്യപാനത്തിൻ്റെ അടിമയായിരുന്നു. എപ്പോഴും മന്ത്രിസഭാ യോഗം കൂടുമ്പോഴും ഏത് മീറ്റിംഗ് കൂടുമ്പോഴും അദ്ദേഹം അവിടെ മദ്യപനായിട്ടാണ് വന്ന് ഇരുന്നത്. അതുകൊണ്ട് ആ മദ്യത്തിൻ്റെ ബോധം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ തലച്ചോറൊരിക്കലും പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ബോധമില്ലാത്ത, അബോധാവസ്ഥ പ്രാപിച്ച ഒരു ഭരണാധികാരി പിന്നെ ഇപ്പോൾ വരുന്നത്, എൽസിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ട്രംപിലാണ് വാസ്തവത്തിൽ പിന്നെ കാണുന്നത്. ബോധശൂന്യനായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയുമാണ് പലപ്പോഴും അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇവിടെ ഇപ്പോൾ ബങ്കർ ബസ്റ്റർ ഒരു വശത്ത് പ്രയോഗിക്കുന്നു, ഒരു വശത്ത് അവരുടെ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനിടയ്ക്ക് പറയുന്നു ഇറാനും ഇനിയും ചർച്ചയ്ക്കൊന്നും വേണ്ട, ഇതെല്ലാം തീർന്നു എന്ന് പറയും. അത് കഴിയുമ്പോൾ അടുത്ത നിമിഷത്തിൽ പറയുന്നത് ഒരു 3 ആഴ്ചയ്ക്കകം, മാർക്കോ റൂബിയോയാണ് പറയുന്നത്. കാരണം ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, വിദേശ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അദ്ദേഹമാണ്. തലയ്ക്ക് വെളിവുള്ള ഒരാളെങ്കിലും വേണമല്ലോ. അദ്ദേഹം പരസ്പര വിരുദ്ധമായിട്ടൊന്നും പറയാറുമില്ല. 3 ആഴ്ചയ്ക്കകം യുദ്ധം തീരും, ഇപ്പോൾ തീർന്നു കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസവാക്കാണ് മാർക്കോ റൂബിയോ പറയുന്നത്. അത് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ 3 ആഴ്ചയ്ക്കകം യുദ്ധം തീരും. അതിനിടയ്ക്ക് എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് ഉണ്ടാവും പോകുന്നതെന്ന് മാത്രമേ സംശയമുള്ളൂ. കരാർ ആവശ്യമില്ല എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ സതേൺ പ്രദേശമായിട്ടുള്ള ഷിറാസ് തങ്ങൾ പിടിച്ചടക്കി എന്നാണ് ട്രംപ് പറയുന്നത്. സതേൺ പ്രദേശമായിട്ടുള്ള
ഷിറാസ് തങ്ങൾ പിടിച്ചടക്കി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു മുഖം രക്ഷിക്കാനുള്ള പ്രസ്താവനയും അദ്ദേഹം നടത്തുന്നുണ്ട്. അതുപോലെ നമ്മൾ കാണുന്ന ഒരു കാര്യം മൗണ്ടനുകളിലാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ പർവ്വത നിരകളിലാണ്, ഇറാനിലെ പർവ്വത നിരകളിലാണ്, ഷിറാസ് ഉൾപ്പെടെയുള്ള പർവ്വത നിരകളിലാണ് ഈ സ്ഫോടനങ്ങൾ നടന്നത്. അതുകൊണ്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഞങ്ങൾ കീഴടക്കി കഴിഞ്ഞു ഇറാനെ, ഇനി അവർ ചർച്ചയ്ക്കൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമല്ല, തീർന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതേ സ്വരത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇനി അതിൽ മാർക്കോ റൂബിയോയും അതുപോലെ ട്രംപും യോജിക്കുന്നുണ്ട്. അതായത് 2-3 ആഴ്ചയ്ക്കകം ഈ യുദ്ധം അവസാനിക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷം ഹോർമൂസിൻ്റെ നിയന്ത്രണം ആരായിരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും അദ്ദേഹം പറഞ്ഞു കണ്ടിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് ഇപ്പോൾ പശ്ചിമേഷ്യയെ കാണുന്നത്, ഖത്തർ ഇപ്പോൾ ഒരു കക്ഷി ചേരുന്നുണ്ട്, ഞങ്ങളും ചർച്ചയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്, ഒരുപാട് സഹായങ്ങൾ പാകിസ്ഥാന് ഞങ്ങൾ നൽകിയിട്ടുണ്ട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. ആ ചർച്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞ് ഞങ്ങളത് തള്ളിക്കളഞ്ഞു, ആ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ ഞങ്ങൾക്ക് ബാധകമല്ല. അതേ ചർച്ചയെപ്പറ്റി തന്നെയാണ് ട്രംപ് പറഞ്ഞത്, ഞങ്ങൾ ഉന്നയിച്ച വ്യവസ്ഥകളുടെ 90% ഇറാൻ അംഗീകരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അത് പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബബൽ ഗോപുരത്തിൽ പല ഭാഷകളിൽ സംസാരിക്കുന്ന ആളുകൾ എല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു ബഹളം പോലെ ഒന്നാണിപ്പോൾ പശ്ചിമേഷ്യൻ വാർ തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും പരസ്പരം ഒന്നും മനസ്സിലാകുന്നില്ല, നമുക്കും അതിൻ്റെ കൺഫ്യൂഷൻ, നമുക്കും ഒന്നും മനസ്സിലാകുന്നില്ല. യുദ്ധത്തിൻ്റെ ഗതി എങ്ങോട്ടാണെന്ന് നിർണ്ണയിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അത് ഒരു മാരിനേഴ്സ് കോമ്പസ് ഇല്ലാതെ കടലിൽ കൂടി കപ്പൽ പോയാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ പശ്ചാത്ഗതി ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചുരുക്കത്തിൽ പറയാൻ പറ്റും. എങ്ങോട്ടാണ് പോകുന്നത്, ആരാണ് മുന്നോട്ട് നിൽക്കുന്നത്, ആരാണ് പിന്നോട്ട് പോകുന്നത്, ഇതൊന്നും അറിയാൻ വയ്യാത്ത ടോട്ടൽ അട്ടർ കൺഫ്യൂഷൻ്റെ ഒരു സ്ഥിതിയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ അൽ ജസീറ എന്ന് പറയുന്നത് ഭീകരവാദികളുടെ വാദങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന, ഒരു പക്ഷേ ഭീകരവാദികളുടെ പക്ഷമുള്ള ഒരു ചാനലിൻ്റെ ആണ് ഇപ്പോൾ ഏറ്റവും പുതിയ വന്ന വാർത്തകൾ. അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ അവിടെ ഷിറാസ് പർവ്വത നിരകളിൽ അമേരിക്കയാണ്, ഈ പ്രാവശ്യം ഇസ്രായേലിൻ്റെ പേര് അവർ പറയുന്നില്ല, അമേരിക്കയിൽ വർഷിച്ചു എന്നുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നത് അതിൻ്റെ ഒരു പ്രതികരണമാണ്. ഇറാൻ അതിൻ്റെ ഒരു പ്രതികാരം നടത്തും. ആ പ്രതികാരമായിരിക്കണം ഒരു പക്ഷേ കുവൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളത്തിൽ തന്നെ അവർ മിസൈലുകൾ അയച്ച് അതിൻ്റെ ഫ്യുവൽ ടാങ്കുകളിൽ തീ കത്തിപ്പടർന്നുകൊണ്ട് വല്ലാത്ത ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് UAE ഉള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ മുഴുവൻ അവരുടെ റിക്രൂട്ട്മെൻറ്റുകൾ മുഴുവൻ നിർത്തിവെച്ചിരിക്കുകയാണ്. പുതുതായിട്ട് ഇനി ആരെയും അവിടെ എടുക്കുന്നില്ല. കാരണം അവിടെ നിന്നുള്ള ഒരു സോഴ്സിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്, ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള ഡാമേജസുകൾ കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു റിക്കവറി ഇനി വരണമെങ്കിൽ ഒരു 2-3 വർഷമെങ്കിലും എടുക്കും. അതിനു മാത്രം ഡാമേജസ് അവിടെ നടന്നിട്ടുണ്ടെന്ന് അവിടെ താമസിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വീടുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനാവാതെയാണ് അവിടെ കുട്ടികൾ കഴിയുന്നത്. സ്കൂളുകളിൽ പോകാൻ പറ്റുന്നില്ല, സ്കൂളുകളുടെ തുറക്കുന്ന ദിവസം ഇങ്ങനെ നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വർക്ക് ടു ഹോം ആണ് എല്ലാവരും സ്വീകരിക്കുന്നത്. വർക്ക് ടു ഹോം ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ വില കൂട്ടിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരിക്കലും പെട്രോളിൻ്റെ വില കൂട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വെള്ളത്തേക്കാൾ സുലഭമായിട്ടും വില കുറച്ചും കിട്ടുന്ന ഒന്ന് പെട്രോളായിരുന്നു. അതായിരുന്നു ഗൾഫ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സൗകര്യം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ തന്നെ വില കൂട്ടി. ഇന്ത്യ കൂട്ടിയിട്ടില്ല, പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ വില കൂട്ടി. എന്ന് മാത്രമല്ല, പരമാവധി വാഹനങ്ങൾ പുറത്തേക്ക് എടുക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. കാരണം പെട്രോളിൻ്റെ സോഴ്സായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ തന്നെ പെട്രോളിൻ്റെ ഷോർട്ടേജ് അഥവാ ക്ഷാമം അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്ത് ഇതുവരെ വില കൂട്ടിയിട്ടില്ല, പക്ഷേ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല നിങ്ങൾ വാഹനങ്ങൾ പുറത്തേക്ക് എടുക്കരുതെന്ന് ഗൾഫിലെ പോലെ. പക്ഷേ നമ്മൾ കഴിയുന്നത് ഈ പെട്രോൾ വാഹനങ്ങളാണെങ്കിൽ അതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാനുള്ള ശ്രമം നമ്മൾ സ്വയമേവ ഒരു അച്ചടക്കത്തോടു കൂടി നടക്കണം. ഇതിപ്പോൾ ലാവിഷായിട്ടാണ് പോകുന്നത്. വലിയ ദൂർത്താണ് നമ്മൾ പെട്രോളിൻ്റെ കാര്യത്തിൽ കണ്ടത്. വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് ഓരോ കാർ കാണും, 5 പേരും കാർ എടുത്തുകൊണ്ടാണ് പോവുക. ഓഫീസിലേക്ക് പോകാൻ തൊട്ടടുത്തുള്ള ആളും കാർ എടുക്കും, ഞാനും കഴിയും. ഈ കാർ പൂളിംഗ് എന്നുള്ള സംവിധാനം ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്ക, യൂറോപ്പ് ഈ രാജ്യങ്ങളിലാണ്. നമുക്കത് നാണക്കേടാണ്. അവനവൻ്റെ കാറിൽ ഇത്രയും വലിയൊരു കാറാണ്, ആ റോഡിൻ്റെ സ്പേസ് മുഴുവൻ ഇതങ്ങ് അപഹരിക്കും. മറ്റു വണ്ടികൾക്ക് പോകാൻ സൗകര്യമില്ല, ഒറ്റയാൾ ഓടിച്ച് സൂചിച്ച് അങ്ങ് പോവുക. ഈ ആഡംബരം നമുക്ക് അധികം നാൾ തുടരാനാവും തോന്നുന്നില്ല. കാരണം
ഡെഡ്യൂസ്ഡ് അറ്റ് ദി സോഴ്സിൽ തന്നെ കട്ട് ചെയ്തിരിക്കുകയാണ് പെട്രോൾ. അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെയില്ല, ഇങ്ങോട്ട് വരില്ല. ഹോർമൂസ് കടലിടുക്ക് തുറന്നാലും പെട്രോൾ ഉണ്ടാവണ്ടേ അവിടെ ഖനനം ചെയ്യാൻ? അതില്ലിപ്പോൾ. അവിടെ എല്ലാം കത്തി. അതായത് അബുദാബിയിലെ ഏറ്റവും വലിയ പെട്രോളിയം സംഭരണശാല തകർത്തു. ദുബൈയിൽ പിന്നെ പെട്രോളില്ല. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ പെട്രോൾ സംഭരണശാല തകർത്തു കഴിഞ്ഞു. ദുബൈയിൽ പിന്നെ പെട്രോൾ ഇല്ല. മറ്റ് രാജ്യങ്ങളിലും ഉണ്ട്. അവർക്കെല്ലാമുള്ള എണ്ണ സംഭരണശാലകൾ കാത്തുപോരുന്ന അമേരിക്കക്കാരാണ്. അതുകൊണ്ട് അവയെ ടാർഗറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഇറാൻ്റെ മിസൈൽ പോയി വേണ്ട നാശങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 3 വർഷത്തേക്ക് പെട്രോളിൻ്റെ ക്ഷാമം, അതിനെ തുടർന്നുണ്ടാകുന്ന നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, ഇതെല്ലാം പ്രതീക്ഷിക്കാം നമുക്ക്. ഒരു ക്രഞ്ച്, നമ്മൾ പറയാറുള്ളത് പോലെ ഒരു ഇക്കണോമിക് ക്രൈസിസ്, ഒരു മെൽറ്റ് ഡൗൺ, അതിനെ അഭിമുഖീകരിക്കാൻ പോവുക ലോകം. അപ്പം നമ്മളിപ്പോഴേ കരുതിക്കൂട്ടി പെട്രോൾ അല്പം സേവ് ചെയ്താൽ നമ്മുടെ ദേശത്തോട് ചെയ്യുന്ന വലിയൊരു ദേശസ്നേഹ പ്രവൃത്തി ആയിരിക്കും അത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.